ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാം സ്ട്രാക്ക്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സാം. ഞാൻ ഷെഹി. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചാട്ടുപാറ വെള്ളച്ചാട്ടത്തേക്ക് കേട്ടാ. സൗണ്ട് കേൾക്കണില്ലേ നിങ്ങൾ? അപ്പോൾ നമ്മളിനി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൗണ്ടിന് പിന്നാലെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സൗണ്ട് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഇങ്ങനത്തെ വീടുകളാട്ടാ, ഫുള്ള് കണ്ട, ഫുള്ള് എൻ്റെ കാട് ഏരിയയാണ്. കാടല്ല, ഓരോരുത്തരുടെ പറമ്പും കാര്യങ്ങളും. പിന്നെയൊക്കെ ഇവിടെ ഫുള്ള് ഓട് വീടാണ്. കൂടെ ആ വഴിയാണോ കയറി? ആ വഴി കയറാൻ പറ്റില്ല. നല്ല വഴിയിലാണ്. അപ്പൊ അതിലേ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അതിൽ വെള്ളച്ചാട്ടത്തിന് പേരെന്തെങ്കിലും വെള്ളച്ചാട്ടത്തിന് എന്തൊക്കെ പറയുന്നത് വെള്ളം ചാട്ടുപാറ അല്ലേ? പോകുമ്പോ വഴി തെറ്റിട്ടാ സൗണ്ട് കേട്ട് പോകേണ്ടി വരും. വെള്ളത്തിന് സൗണ്ട് വെള്ളം പറയാ ചിലരൊക്കെ കാട്ടിൽ പോയി വണ്ടിട്ട് പോകും. അത്രയും വലിയ കാടല്ലേ, വീശിട്ടൊന്നുമില്ലേ. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് വരുന്നത്. ഇത് മുഴുവൻ ഫോറസ്റ്റ് ഏരിയ വരുന്നത്. കേട്ടിട്ടുണ്ടോ? വെള്ളാനി ആ ഭാഗമാണ് ഈ കാട്. ഏതില് പോയാലും വഴി ചുറ്റി കറങ്ങിട്ട് നമ്മൾക്ക് ഏതിലെ വഴി വരുന്നെന്ന് അറിയില്ല. പോയാ ഈ നേരത്തെ ഒന്നും അങ്ങോട്ട് പോവാനും പറ്റില്ല. ആർക്ക് ഇതിലേ പോവാണെങ്കിൽ ഈ വെള്ളം ചാടിനടക്ക് നിങ്ങൾക്ക് എത്താം. അതിലെ അങ്ങോട്ട് കയറ്റി അപ്പുറത്തെ കൂടെ ഒരു വഴിയുണ്ട്. കമ്പി വേലി അതൊക്കെ അവർക്ക് വെച്ചിട്ട് കിടക്കാം. അങ്ങനെ കിടക്കണം. ചാട്ടുപാറ വെള്ളച്ചാട്ടം ഗൂഗിളിൽ പോലും ഇല്ലാത്ത പേരാണ്. നോക്കി നോക്കാം. അതില് വേറെ എന്താ പന്നിക്കോഴിയാ, പന്നിക്കുഴി, പന്നിവീണ കോഴി, അങ്ങനത്തെ പേരാ പറഞ്ഞു. ചാട്ടുപാറ വെള്ളച്ചാട്ടം. ചാട്ടുപാറ പേര്. അപ്പൊ നമ്മൾ ഇന്ന് പോണത് ചാട്ടുപാറ വെള്ളച്ചാട്ടത്തേക്കാണ്. വരുമ്പോ ശ്രദ്ധിക്കുക കണ്ട. പിന്നെ ഈ വഴിയൊക്കെ കണ്ട, ഇതൊക്കെ മറ്റേ വെള്ളം വരണ വഴിയാട്ടോ. അതൊക്കെ പോകുമ്പോഴേക്കും വെള്ളം കയറൂടെ. അതായത് ഇവര് പറയുന്ന കാലത്ത് ഈ ടൈമിലൊന്നും വരാതിരിക്കുക. കാലത്ത് നേരത്തെ വന്നാലാണ് നല്ലത്. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടുപോകുന്നില്ല. ഇപ്പൊ കാട്ടില് കാടിന്റെ ഉള്ളിൽ കയറി പോയാലേ പിന്നെ വഴി തെറ്റുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കുക. നല്ല വഴികളൊന്നുമില്ല, വഴിക്കും കുത്തൊക്കെ ഉണ്ടാവും, പാമ്പുണ്ടാവും. എന്താ അല്ല. അപ്പൊ നമ്മളിന്ന് പോണത് ചാട്ടുപാറ വെള്ളച്ചാട്ടം. മാറുന്ന വഴിയൊന്ന് ഈ വഴി കണ്ട. മഴക്കാലത്ത് ഇത് കൂടെ ഒക്കെ വെള്ളം നന്നായി ഒഴുകി വരിട്ടാ. അപ്പൊ കയറാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇപ്പൊ നമുക്കിത് കൂടെ കയറാം. ഈ കമ്പി വേലി കടന്നിട്ട് പോണല്ലേ. ഇത് പിടിച്ച ചെക്കൻ കമ്പി വേലി ചാടാണ്. നമ്മളങ്ങനെ ഈ റബ്ബറിന്റെ തോട്ടത്തിൽ കൂടെ. അതാണ് രസം. വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കണ്ട് ചാടണത്. അപ്പൊ അത് നോക്കിയിട്ടുള്ള പോക്കാണ്. പിന്നെ എന്താന്ന് വെച്ചാല് എന്താ കൂടെ ഒരാളുണ്ടാവണം. റബ്ബറും തോട്ടം. വെള്ളം പൊടിയുള്ളതുകൊണ്ട് സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. കയറാൻ പറ്റില്ലേ?
എത്ര നടന്നിട്ടും സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വെള്ളം കാണാൻ പറ്റില്ല മുന്തേ. അയ്യോ ഇല്ല ഇത്രണ്ണുള്ളോ. അവസാനം ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു. അവനെ നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നു. ആ വെള്ളച്ചാട്ടം നമ്മുടെ കൺമുന്നിൽ. ഇത്ര നേരം അപ്പം നമ്മൾ കണ്ട എത്താൻ കൊതിച്ച വെള്ളച്ചാട്ടം മഴക്കാലത്തൊന്നും ഇത്ര അടുത്ത് അടുക്കാൻ പറ്റില്ല അല്ലേ? ഇത് കാണിക്കുന്നത് എന്തായാലും ചാട്ടുപാറ വെള്ളച്ചാട്ടം. അത് ഗൂഗിൾ മാപ്പിലും കാര്യങ്ങളിലൊന്നും ഇല്ല. ഇത് നാട്ടുകാർ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞിട്ടുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വഴിയാണിത്. കാടിന്റെ ഉള്ളിൽ, കാടെന്ന് വെച്ചാൽ റബ്ബർ എസ്റ്റേറ്റും ഇതൊക്കെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലമാണ്. ആരും വൈകിട്ട് വരരുത്, കാരണം നമുക്ക് വഴി തെറ്റും. ഇപ്പൊ നമ്മൾ വന്ന വഴി ഇതാണ്, പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് ഒന്നും മനസ്സിലാവില്ല വഴി. സൗണ്ട് കേട്ടിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോണെങ്കിൽ എന്ത് സൗണ്ട് കേട്ട് പോകും? ഇല്ല വേണ്ട. അപ്പൊ ഇങ്ങനത്തെ വലിയ വലിയ പാറകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കി ഒന്ന് നമുക്ക് അവിടെ ഇറങ്ങി നോക്കാം. ചാട്ടുപാറ വെള്ളച്ചാട്ടത്തിന്റെ വരികളാണ് കണ്ടാ. എന്റെ പൊന്നോ, വേറൊരു ഫീൽ തന്നെയാട്ടാ മച്ചാനമാരത്. വേണ്ട ഇതൊക്കെ ഇവിടെ മഴക്കാലൊക്കെ ആയ ഈ ഭാഗത്തു നിന്നൊക്കെ വെള്ളം വരിട്ടാ. വെള്ളത്തിനെ കുറിച്ച് പറയാനല്ല കൂടുതലുള്ളത്, നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ എന്താ പറയുക, അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളൊരു സ്ഥലമാട്ടത്. കണ്ട ആ വെള്ളച്ചാട്ടം കണ്ട. അങ്ങനെ നമ്മൾ നമ്മുടെ ചാട്ടുപാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഇരുന്നിട്ടാണ് ഇന്നത്തെ ലാസ്റ്റ് വീഡിയോയുടെ എൻഡ് പറയണത്. ആ നീ എന്തിന്റെ കാട്ടുപാറ എന്ന് ഓർക്കണേ? ചാട്ടുപാറ, കാടിന്റെ ഉള്ളിലുള്ള ചാട്ടുപാറ. അപ്പൊ നമ്മളിത് കണ്ടുപിടിച്ചത് ലൊക്കേഷൻ വഴിയൊന്നല്ല കേട്ടാ. നമ്മള് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊരു ഇതിന്റെ ഉള്ളിക്ക് കാടിന്റെ റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ വന്നാൽ മാത്രമേ ഇങ്ങനൊരു വെള്ളച്ചാട്ടത്തേക്ക് എത്തുള്ളൂ. ആ അത് തൊട്ട് മുന്നില് വീടുണ്ട്. ആ സേഫാണ് ഇവിടെ. പക്ഷെ മഴക്കാലത്തൊന്നും എങ്ങനെയാണെന്നറിയില്ല, നല്ല വെള്ളം ഉണ്ടാവുമായിരിക്കും. അവിടുത്തെ താഴെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ള ഒരു അറിവിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അധികം മേലേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞു, കാരണം വഴി തെറ്റും. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ആ പിന്നെ വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് രാത്രി വൈകുന്നേരങ്ങളിൽ ഈ സമയത്തൊന്നും വരരുത്. കാരണം എന്തായാലും കൺഫേം ആണ് വഴി തെറ്റുന്നുള്ള കാര്യം. കാരണം തിരിച്ചു പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. ആ അപ്പൊ പിന്നെ എല്ലാവരും വരിക. ആ അപ്പൊ ചാട്ടുപാറ വിശേഷങ്ങൾക്ക് ഇത്ര ഉള്ളൂ. എല്ലാവരും വരിക. ആ ഇതിന്റെ ലൊക്കേഷൻ ഞങ്ങളായിട്ട് ലിങ്ക് ഞങ്ങളുടെ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എല്ലാവരും വരിക. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.